അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. 5 പേർ മാത്രമായിരുന്നു പ്രതികൾ എന്നാണ് നാമൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ 5 പേർ മാത്രമല്ല, 6ാമതൊരുവൻ കൂടി പ്രതിയായിരിക്കുന്നു. ഷഹബാസിന്റെ ഉറ്റ സുഹൃത്താണത്രേ. മൊബൈൽ ഫോണിൽ ഇവർ 2 പേരും ഒരുമിച്ചുള്ള ഫോട്ടോ മാത്രമല്ല, ഷഹബാസിന്റെ വീട്ടിൽ പലപ്പോഴും വരികയും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾക്കൊക്കെ അടുത്തറിയാവുന്ന ഉറ്റ സുഹൃത്താണത്രേ. ആ ഒരു കൂട്ടുകാരനാണ് പ്രതിപ്പട്ടികയിൽ 6ാമതായി വന്നിട്ടുള്ളത്. ഷഹബാസ് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം അവന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയതാണ്, ആൾബലം കിട്ടാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതാണ് എന്നൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ 6ാം പ്രതി തന്നെയാണോ എന്ന് സംശയിക്കുകയാണ്. എങ്ങോട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? സ്വന്തം കൂടപ്പിറപ്പിനെയും ഉറ്റ സുഹൃത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ കരുതാറുള്ളത്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്റെ കൂടെ നിൽക്കാൻ എന്റെ ഉറ്റ സുഹൃത്തുണ്ടാകും, എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടപ്പിറപ്പിനെ പോലെ ഉറ്റ സുഹൃത്തും എന്നൊരു വിശ്വാസമാണ്. ഉറ്റ സുഹൃത്തിന്റെ കൈപിടിച്ച് ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കൊക്കെ എന്റെ കൂടെ ഇവനുണ്ട്, അവന്റെ കൂടെ ഞാനുണ്ട് എന്നൊരു കരുത്ത് നമ്മുടെ കൈകൾക്കുണ്ടായിരുന്നു. ആ കരുത്താണ് ഇന്ന് ചോർന്നു പോയിട്ടുള്ളത്. ഇനി ഉറ്റ സുഹൃത്തെന്ന് പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവന്റെ പട്ടികയിലേക്ക് അവനും വന്നു. ഷഹബാസ് കൊലക്കേസിൽ ഇനിയും ധാരാളം പ്രതികളെ കിട്ടേണ്ടതുണ്ട്. ഇനിയും ധാരാളം ആളുകൾ കുറ്റവാളികളായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഒരാൾ കൂടി പ്രതിയായി എന്നുള്ളത്. 15 വയസ്സ് പ്രായമാണ് ഈ കുട്ടികൾക്കൊക്കെയുള്ളത്. അവർ 10ാം ക്ലാസ് പരീക്ഷയുടെ ചൂടിലാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ഇനി ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടൊരു യാത്രയപ്പ് നൽകുക. ആ യാത്രയപ്പ് ഷഹബാസിനുള്ള അവസാന യാത്രയപ്പായി പോയി എന്ന് മാത്രം. 5 പേർക്കുള്ള ജയിലിലേക്കുള്ള യാത്രയപ്പും കൂടിയായി. ഇനിയും എത്ര പേർ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. 15 വയസ്സായ കുട്ടികളുടെ കയ്യിൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ നാം പ്രതീക്ഷിക്കുക അവരുടെ ഏറ്റവും വലിയ ആയുധം പേനയാണ്, മറ്റൊന്ന് കടലാസാണ്. എന്നാൽ ഷഹബാസ് കൊല്ലപ്പെടാൻ കാരണമായത് ഷഹബാസിന്റെ തലയോട്ടി പൊട്ടിപ്പോയതാണത്രേ. നെഞ്ചക്ക് കൊണ്ട് ഇടിക്കുകയായിരുന്നു. 15ാം വയസ്സിൽ നെഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത, അതുകൊണ്ട് തന്റെ കൂട്ടുകാരനെ, തന്റെ സഹപാഠിയെ കൊല്ലണമെന്ന സന്ദേശം ഈ കുരുന്നു മനസ്സിലേക്ക് ഇട്ടുകൊടുത്തതാരാണ്? ഈ വിദ്യാർത്ഥികളല്ലാതെ മറ്റാരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ളവനാണത്രേ ഒരു പ്രതിയുടെ പിതാവ്. എന്തുകൊണ്ടാണ് ആ പിതാവിലേക്ക് ഒരു അന്വേഷണം പോകാത്തത്? ആ വഴിക്കും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ബാഹ്യ ഇടപെടലുകൾ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഷഹബാസ് എന്ന കുട്ടിയെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ വോയിസിലൂടെയും മറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷത്തിൽ കയ്യബദ്ധം പറ്റിയത് കാരണത്താൽ കൊല്ലപ്പെട്ടതല്ല ഷഹബാസ്. പൂർണ്ണമായും ആസൂത്രണത്തോടുകൂടി മനഃപൂർവ്വം കൊല്ലണമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ത്? ഷഹബാസിനെ നോട്ടമിടാനുള്ള കാരണം എന്താണ്? ഷഹബാസിന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാരാണ്? ഷഹബാസ് കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ആരുടെയെങ്കിലും വെളിച്ചത്ത് വരുമെന്ന ഒരു ഭയം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായാലും ശരി, ഏത് വലിയ സ്വാധീനമുള്ളവന്റെ മക്കളായാലും ശരി, നീതിപൂർണമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ. ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിൽ പരസ്പരം വാക്കേറ്റം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ചർച്ചകൾ നടത്തി ഞങ്ങളെ കാലത്ത് അങ്ങനെ, നിങ്ങളെ കാലത്ത് ഇങ്ങനെ എന്നൊന്നും ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി വെറും വാക്കുകൾ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പറയാനുള്ളത്, ചെയ്യാനുള്ളത് ചെയ്യിക്കാനുള്ള, പറയിക്കാനുള്ള തീരുമാനമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും
കൂട്ടമായി എടുക്കേണ്ടത് നീതിപൂർണമായ അന്വേഷണത്തിന് പ്രതിപക്ഷവും ഭരണപക്ഷവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ സമര പോരാട്ടത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും ഏറ്റം പറച്ചിലും ഇല്ലാതെ കൂടെ നിൽക്കുക. ഇനിയും കേരളം കുരുതിക്കളമാകരുത്. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ലെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലെ ഞാൻ പോയില്ലേ താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കത്തെ ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെറ്റാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. എന്റെ പേര് രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെ പിടിച്ച് ജയിലിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലും ഇല്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയുള്ള എനിക്ക് പറയാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ് കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ്. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. അത്രയുള്ള എനിക്ക് പറയാൻ. അപ്പൊ വേഗം വരികട്ടോ എല്ലാരും. നമ്മള് കുത്തിയിട്ടേ പോലെ ഞങ്ങള് കുത്തും എന്തായാലും. ആണുങ്ങളാരോ ഈ ഗ്രൂപ്പിന്റെ വേഗം വന്നോളി. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയം. അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല. കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ. തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.